എഴുത്തുകാരി ഗീതാ കൃഷ്ണന്റെ പുസ്തകം പ്രകാശനം ചെയ്തു. പുല്ലുവഴി ജയകേരളം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. പുല്ലുവഴി എന്ന നാടിന്റെ കഥയും ചരിത്രവും ആസ്പദമാക്കിയുള്ള പുസ്തകമാണ് ഇലമണം പുതച്ച ഇടവഴികൾ. പുല്ലുവഴി ജയകേരളം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് NV അജയകുമാർ നിർവഹിച്ചു. ഒരു പ്രദേശത്തിന്റെ നമ്മൾ ഇന്നാണ് ഓൺലൈൻ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സേവനങ്ങളും എല്ലാം വന്ന് നമുക്ക് നേരിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഓരോ രാജ്യത്തെയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിന് നമുക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ വളരെ എളുപ്പം കിട്ടും. പക്ഷേ അങ്ങനെ അല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വളരെ അപൂർവം പേർ വിദേശത്തൊക്കെ പോയി വരുമ്പോൾ പറഞ്ഞു കേട്ട അറിവുകൾ, അതുപോലെ ഉള്ള നേരിട്ടുള്ള അറിവുകൾ വളരെ സിനിമയിലോ അങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ അക്ഷരങ്ങളുണ്ടായ കാലം മുതൽ തന്നെ എഴുത്ത് ആരംഭിക്കുകയും ലോക ക്ലാസിക്കുകൾ എടുത്തു കഴിഞ്ഞാലും അതല്ലെങ്കിൽ ഏത് പുസ്തകങ്ങൾ എടുത്തു കഴിഞ്ഞാലും അത് മലയാളത്തിലെ സാഹിത്യകാരന്മാരുടെ ഉൾപ്പെടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെഴുതിയ സാഹചര്യം അത് വായിച്ചു കഴിഞ്ഞാൽ ഏത് കാലഘട്ടമാണെങ്കിൽ ആ കാലഘട്ടത്തെക്കുറിച്ചും ഏത് പ്രദേശമാണെങ്കിൽ ആ പ്രദേശത്തെക്കുറിച്ചുമൊക്കെ വളരെ കൗതുകപൂർവ്വം നമുക്ക് വായിക്കുന്നതിനും വായന സുഖം ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ വലിയൊരു വിജ്ഞാനം നമുക്ക് പകർന്നു നൽകുന്ന ഒന്നാണ് പുസ്തകങ്ങൾ. അത് ലേഖനങ്ങളായാലും നോവലുകളായാലും ചെറുകഥയായാലും ഏതെടുത്താലും അതിൻ്റെ എല്ലാം അന്തസത്ത എന്ന് പറയുന്നത് ആ എഴുതിയ പ്രദേശവുമായി അല്ലെങ്കിൽ കഥ നടന്ന സന്ദർഭം അതിൻ്റെ ആ പ്രദേശമാണ് നമുക്ക് കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് പതിയുന്ന ഒന്ന്. സി പ്രഭാകരൻ പിള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാജീവ് സുധാകർ സ്വാഗതം പറഞ്ഞു. MK ചോദി പുസ്തകം പ്രകാശനം ചെയ്തു. പ്രഭാവതി മേനോൻ ഏറ്റുവാങ്ങി. മനോജ് S പുസ്തകം പരിചയപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദ മോഹൻ, രാജപ്പൻ തെയ്യാരത്ത്, അഡ്വക്കേറ്റ് VM ഉണ്ണി എന്നിവർ ആശംസകൾ നേർന്നു. ഗീത പുസ്തകം എഴുതുമ്പോൾ ആദ്യം തന്നെ എനിക്ക് ഒരു 5-8 വർഷം മുമ്പാണ് എൻ്റെ ഓർമ്മ. ഗീത ഇങ്ങനെ എഴുതുന്ന ഒരു കഴിവുണ്ട്. പാടുമെന്നറിയാം, കവിത എഴുതലുണ്ട്, എന്തെങ്കിലുമൊക്കെ ലേഖനങ്ങൾ കുറിക്കലും, അതുപോലെ ഫേസ്ബുക്കിലൊക്കെ വളരെ ആക്റ്റീവാണ്. ഇതൊക്കെ എല്ലാവരും തന്നെ ഒത്തിരി പേർക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് ഗീതയെപ്പറ്റി പറയുമ്പോൾ ഒരു പുസ്തകം എഴുതി, ആദ്യം ഒരു നോവൽ എഴുതിയെന്നുള്ളത് ഞാൻ അറിഞ്ഞപ്പോൾ വിളിച്ചു ചോദിച്ചു. എനിക്കതുകൊണ്ട് തന്നായിരുന്നു. നല്ല ഒരു എഴുത്തും നല്ലപോലെ എഴുതാൻ കഴിവും എല്ലാത്തിലും തന്നെ വെറുതെ ഒരു കാര്യങ്ങൾ ഫേസ്ബുക്കിൽ എഴുതുവാണെങ്കിലും അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഗീതയ്ക്ക് എഴുതാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതുന്ന അതൊരു പുസ്തകം എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല. എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും ആർട്ടിസ്റ്റുണ്ട്, സംവിധായകനുണ്ടെന്ന് പറഞ്ഞു എന്നെ ചോദിക്കുകയായിരുന്നു. എല്ലാവരും അവരുടേതായ കഴിവുകൾ. ഇപ്പോൾ ഇവിടെ മനോജ് പുസ്തക പരിചയം നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ ഞാൻ ലതയുണ്ട്, ലൈലയുണ്ട്, എല്ലാവരും ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാവരെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ പുസ്തകം എഴുതുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു പുല്ലുവഴിയെ പറ്റി ഒരു പുസ്തകം എഴുതുന്നുണ്ട്. എടപ്പള്ളി അമ്മാവൻ്റെ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സ്വന്തം ഒരു കുടുംബത്തിലുള്ള എൻ്റെ അമ്മാവന്മാരോടൊപ്പം വീട്ടിലെന്നും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുടുംബാംഗം തന്നെ ഞങ്ങളെല്ലാവരും ഒരു കുടുംബത്തിലെ സ്വന്തം സഹോദരന്മാരെ പോലെ വളർന്നവരുമാണ്. അങ്ങനെ അമ്മാവിൻ്റെ പേരിലുള്ള ഒരു പുസ്തകവും അമ്മാവിനെ പറ്റിയുള്ള ഓർമ്മകളുമെല്ലാം ഗീത എഴുതി അത് പ്രകാശനം ചെയ്തതാണ്. വളരെ ഒരു നല്ല സ്റ്റഡി ചെയ്താണ്. ഇതൊക്കെ വെറുതെ എഴുതാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയുള്ള ബുക്കുകൾ എഴുതുമ്പോൾ അതിനെപ്പറ്റി പഠിച്ച് സത്യസന്ധമായ രീതിയിൽ എഴുതേണ്ട കാര്യമുണ്ട്. അപ്പം അതിനൊരു വിശദമായ, അതുപോലെ എല്ലായിടവും പോയി എല്ലാവരുമായി കണ്ട് പല സ്ഥലങ്ങളിലും അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ട് തന്നെയാണ് ഗീത ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയതും നമ്മളോടുമൊക്കെ ചോദിച്ച് ഞങ്ങളെല്ലാവരും തന്നെ അതുപോലെ അമ്മാവനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ടുള്ളവരൊക്കെ അന്വേഷിച്ച് അവരുടെയൊക്കെ അഭിപ്രായങ്ങളും എല്ലാം ചോദിച്ചുകൊണ്ടാണ് വളരെ ഭംഗിയായി എഴുതാൻ സാധിച്ചു. പല തരത്തിൽ എന്ന് വെച്ചാൽ ഒരു നോവലിൽ മാത്രം ഒതുങ്ങാതെ മറ്റു പല മേഖലകളിൽ ലേഖനങ്ങളാണെങ്കിൽ അതുപോലെയുള്ള ആത്മകഥകൾ, അമ്മാവനെ പറ്റിയുള്ള ഒരു ബയോഗ്രാഫി, ഇതെല്ലാം എഴുതുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ നാടിനെ പറ്റി, പുല്ലുവഴിയെ പറ്റിയുള്ള കഥ. തീർച്ചയായിട്ടും നമുക്കെല്ലാം അറിയുന്ന പോലെ പുല്ലുവഴി എന്നുള്ളൊരു പേര് നമുക്ക് എവിടെയാണ് എല്ലായിടത്തും തന്നെ അറിയുന്നതാണ്. പുല്ലുവഴി ഇതൊരു പേരിനെ പറ്റി ഒത്തിരി കാര്യങ്ങളിൽ പ്രസിദ്ധമായ ഒരു സ്ഥലമാണെന്നും എല്ലാവർക്കും അറിയാം. അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് 55 തുടങ്ങിയ ഈ സ്കൂളും. അപ്പോൾ ഗീത എന്നോട് ഇത് പുസ്തക പ്രകാശന സ്മാരകത്തിൽ വെക്കണോ അത് എന്താ വേണമെന്നുള്ള ആലോചിച്ചപ്പോഴേ എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നിയത് ഗീത വീടും ഒക്കെ തൊട്ട് താഴെ തന്നെ. അപ്പോൾ ഈ സ്കൂളിനെ പോലെ പറ്റിയൊരു
സ്ഥലം വേറെയില്ല പുസ്തക പ്രകാശനം നടത്താൻ എന്നാണ് എനിക്ക് ഗീതയോട് പറയാൻ തോന്നിയത്. പ്രസ്തുത ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികൾ സീനിയർ അധ്യാപകരെ ആദരിച്ചു. ഇത് തന്റെ 3ാമത്തെ സമാഹാരമാണെന്ന് എഴുത്തുകാരി ഗീതാ കൃഷ്ണൻ അറിയിച്ചു. ഇതെൻ്റെ 3ാമത്തെ പുസ്തകമാണ്. അപ്പോൾ ഇത് ഇങ്ങനൊരു പുസ്തകം എഴുതാനുണ്ടായ കാരണം ആദ്യത്തെ പുസ്തകം കഥാസമാഹാരമായിരുന്നു, 2ാമത്തെ അച്ഛൻ്റെ ജീവചരിത്രമായിരുന്നു. അച്ഛൻ്റെ ജീവചരിത്രം, അച്ഛനൊരു കമ്മ്യൂണിസ്റ്റ്, പഴയൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതി പൂർത്തിയാക്കിയപ്പോൾ എനിക്ക് തോന്നി അത് ഒരിക്കലും പൂർണ്ണമല്ല. നമ്മൾക്ക് അങ്ങനെയാണ്, എഴുത്ത് ഒരിക്കലും പൂർണ്ണമാവില്ല. ഓരോ എഴുത്തുകളും കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അതിൽ നിന്ന് പുതിയ എഴുത്തുകൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ ആ എഴുത്ത് പൂർണ്ണമല്ല എന്ന് തോന്നിയിട്ടാണ്. അപ്പോൾ അതായത് ഇപ്പം അച്ഛനെ പോലെയുള്ള സഖാക്കളെ ഒളിവിലിരുത്തിയ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട്. അവരെയൊക്കെ ചരിത്രത്തിന് പുറത്താണ്, ചരിത്രത്തിൽ ഇടം നേടാതെ പോയ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ പുല്ലുവഴിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നി, അപ്പോൾ അവരെയും കൂടി ഒന്ന് മുൻനിരയിലേക്ക് കൊണ്ടുവരണം എന്ന് തോന്നിയിട്ടാണ് 3ാമതൊരു പുസ്തകം എന്നൊരു ചിന്തയിലേക്ക് ഞാൻ എത്തിയത്. അപ്പം അതുകൊണ്ട് തന്നെ ആ പുസ്തകം ഡിമാൻഡ് ചെയ്യുന്നത് അനുസരിച്ച് തന്നെ സഖാവ് ചോദ്യയെ അതിന് ഒരു പ്രകാശനത്തിന് ഞാൻ ക്ഷണിക്കുകയും ചെയ്തു. അദ്ദേഹം തന്നെയാണ് അത് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചത്. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു പുല്ലുവഴിയെക്കുറിച്ച് ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.